ശരീരം മൊത്തം ഇടിച്ച് കുത്തി പൊളിച്ച്, അതേമാതിരി ജനനേന്ദ്രിയം കത്തി ഉപയോഗിച്ച് പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ പുറത്ത് വന്നിട്ടുള്ള അത്രയും ബ്രൂട്ടലായിട്ടുള്ളൊരു മർഡർ. അങ്ങനെ മദ്യം ഒഴിച്ചു കൊടുക്കണം വെള്ളം ചോദിക്കുമ്പോഴൊക്കെ. മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഉപദ്രവങ്ങൾ അവൻ ഉപദ്രവിച്ചു. മഞ്ഞ ഷർട്ടിട്ടുള്ള ഒരാളതിൽ ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്നുള്ളൊരു സാക്ഷിയുണ്ട്. കനാലിൽ നിന്ന് നമുക്കൊരു ജോഡി ചെരുപ്പും കിട്ടിയിട്ടുണ്ട്. ഇത് കൂടുതൽ ഇവിടെ ഉപയോഗിക്കുന്ന ഇവിടുത്തെ അന്യസംസ്ഥാനക്കാരാണ് സാർ. ഉജ്ജൽ വന്നു, സാറേ ആ പോകുന്ന ആ കറുപ്പ് ഷർട്ടിട്ടുള്ള ആളാണ്. ഇവനാണെങ്കിൽ ഒരു ലൈംഗിക വൈകൃതക്കാരനാണ്. സാറാണ് അമീറുൽ ഇസ്ലാമിനെ കീഴ്പ്പെടുത്തി പിടിക്കുന്നത്. നിന്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പോൾ അവൻ അമീറുൽ ഇസ്ലാമാന്ന് പറഞ്ഞു. ആ ചാടുന്നതോടുകൂടി അവൻ്റെ കാലെ പിടിച്ചു കൊട്ടി വിളിച്ചിട്ടു. അപ്പോഴേക്കും വണ്ടി എടുത്തിട്ട് മറ്റേ ഫിലിപ്പ് ഓടി വന്നു. വണ്ടി എല്ലാവരും കൂടി വന്നു. വണ്ടിയിൽ കയറ്റിയിട്ടപ്പോഴേക്കും അവൻ വളം വെച്ചു, ഞാനെന്നല്ല പെണ്ണിനെ കൊന്ന്. അതോടുകൂടി ഒരു കൺഫെഷനാണ്. അത് സംഭവ സ്ഥലത്ത് നിന്ന് ഇവൻ്റെ ബ്ലഡ് കിട്ടിയിട്ടുണ്ട്. ഇവൻ്റെ കൈയൊക്കെ കടിച്ചു മുറിച്ചിട്ടുണ്ടോ. സാർ 2016 ഏപ്രിൽ 28 പെരുമ്പാവൂർ ഇരിങ്ങോൾ ഗ്രാമത്തിൽ ജിഷ എന്ന് പറയുന്ന നിയമവിദ്യാർത്ഥിനി ക്രൂരമായിട്ട് ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടൊരു കേസ് കേരളത്തിലാകെ ഞെട്ടിച്ചൊരു കേസാണ്. അതിലെ പ്രതി അമീറുൽ ഇസ്ലാമിലേക്ക് ആദ്യം എത്തുന്നത് സാർ കൂടി ഭാഗമായ ഒരു അന്വേഷണ സംഘമാണ്. ആ ഒരു അനുഭവം ഒന്ന് പറയാം. 2016 അന്ന് ഞാൻ തൃശ്ശൂർ സിറ്റി ക്രൈംബ്രാഞ്ചിൽ, ജില്ലാ ക്രൈംബ്രാഞ്ച് സിറ്റി പോലീസിൻ്റെ ജില്ലാ ക്രൈംബ്രാഞ്ചിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. അന്നത്തെ SP അദ്ദേഹം കാർത്തിക് സാർ IPSൻ്റെ കീഴിൽ ജോലി ചെയ്ത് വരുന്ന സമയത്ത് 28/4/2016 അന്ന് പെരുമ്പാവൂർ കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഈ സംഭവം, ദാരുണമായ സംഭവം നടക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ പത്രമാധ്യമങ്ങളുടെയും മറ്റു നവമാധ്യമങ്ങളുടെയും TV-യിലൊക്കെ കാണുന്ന വാർത്തകൾ മാത്രമേ. വളരെ സെൻസേഷണലായിട്ടുള്ള കേസായിരുന്നു. കേരളം ചർച്ച ചെയ്ത, ഇന്ത്യയിലും മൊത്തം സെൻസേഷണലായിട്ടുള്ളൊരു കേസ്. ഇലക്ഷൻ സമയത്തായിരുന്നു. ഒരു ഇലക്ഷനോടനുബന്ധിച്ച സംസ്ഥാന തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടുള്ള സ്റ്റേറ്റ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വിവാദങ്ങളായി. അത് മാത്രമല്ല അതൊരു ബ്രൂട്ടലായിട്ടുള്ള റേപ്പ് മർഡറായിരുന്നു. ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കേസായിരുന്നു. നമ്മളൊക്കെ ഇതിങ്ങനെ അപ്ഡേഷൻ ഇങ്ങനെ പേപ്പറിലൂടെയും TV-യിലൂടെയും കാണുന്നു എന്നല്ലാണ്ട് നമുക്ക് അന്വേഷണവുമായി ബന്ധപ്പെട്ട ആളുകളായതിൻ്റെ പേരിൽ എപ്പോഴും ഒരു ജിജ്ഞാസ ഉണ്ടാവുമല്ലോ, എന്തായി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കൂട്ടുകാരോടൊക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെടാറുണ്ട്, ജസ്റ്റ് വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും തിരക്കിലായിരുന്നു. ഒരു വലിയ അന്വേഷണ സംഘം തന്നെ അതിന് ആദ്യഘട്ടത്തിൽ രൂപീകരിച്ചു. അങ്ങനെ അന്വേഷണം നടക്കുകയാണ്. ആദ്യം ഒരു ടീം DYSP, പെരുമ്പാവൂർ DYSPയുടെ കീഴിലാണ് തോന്നുന്നുണ്ട്, വലിയൊരു അന്വേഷണ സംഘം വന്ന് അന്വേഷണം നടത്തി. പിന്നെ ജില്ലാ ക്രൈംബ്രാഞ്ചിലെ DYSP ആണ് തോന്നുന്നുണ്ട്. പിന്നെ അടുത്ത അന്വേഷണ സംഘം വന്നു, അവരും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അന്വേഷണം അങ്ങ് നീണ്ടുപോയി. ഒരു മാസമൊക്കെ കഴിഞ്ഞു. ഇലക്ഷൻ ഇതിനോടനുബന്ധിച്ച് ഒരു മന്ത്രിസഭാ മാറ്റത്തിന് തന്നെ കാരണമായി എന്ന് പറഞ്ഞമായിരിക്കും. അങ്ങനെയുള്ള MLA-മാർ തോൽക്കുകയും ചെയ്യിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് വരുമ്പോൾ അവർ വലിയ പ്രശ്നങ്ങളും കോളിളക്കങ്ങളൊക്കെ സൃഷ്ടിച്ച സമയത്ത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പുതിയൊരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. അത് അന്നത്തെ DYSP DCRB DYSP ആണെന്ന് തോന്നുന്നു, ശശിധര സാറാണ്. ശശിധര സാറിനെ നേരത്തെ അറിയുന്ന ഓഫീസറാണ്, നല്ലൊരു കുറ്റാന്വേഷണ വിദഗ്ധനാണ്. ആ ടീം അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് മറ്റേ സന്ധ്യ മാഡം, DGP സന്ധ്യ മാഡത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം. അതിൽ അന്നത്തെ ക്രൈംബ്രാഞ്ച്, അന്നത്തെ എറണാകുളം റൂറൽ SP ഉണ്ണിരാജ് സാർ IPS, പെരുമ്പാവൂർ DYSP സുദർശൻ സാർ, ഇവരൊക്കെ അതിനൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവന്ന് ഈ ഒരു വലിയ അന്വേഷണ സംഘം രൂപീകരിച്ചു. ഈ കേസിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരെ കൊണ്ടുവന്നതാണ് അവിടേക്ക് പോസ്റ്റിംഗ് നടത്തിയത്. പിന്നെ അങ്ങനെ അവർ ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തി ഒരു വലിയ അന്വേഷണ സംഘം രൂപീകരിച്ചു. ആ അന്വേഷണ സംഘം രൂപീകരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് മെസ്സേജ് വരും. ഞാൻ ഈ സുദർശൻ സാറിൻ്റെ കൂടെയും ഉണ്ണിരാജ് സാറിൻ്റെ കൂടെയും സന്ധ്യ മാഡത്തിൻ്റെ കൂടെയൊക്കെ മറ്റേ സൗമ്യ കേസുമായി ബന്ധപ്പെട്ട് സന്ധ്യ മാഡത്തിൻ്റെ കൂടെ, ഉണ്ണിരാജ് സാറിൻ്റെ കൂടെ നിരവധി കേസുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതേമാതിരിക്ക് സുദർശൻ സാറിൻ്റെ കൂടെ നിരവധി കേസുകളൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എനിക്കും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വിളി വന്നു, ഇങ്ങനെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 3 പേരെയാണ് തൃശ്ശൂരിൽ നിന്ന് ആ ഒരു ഓർഡറിൽ ഉൾപ്പെടുത്തിയത്. അതിന് മുമ്പ് വേറെ ടീം വന്നിട്ടുണ്ട്, എല്ലാ ഭാഗത്തു നിന്നുള്ള സ്ക്വാഡുകാരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെയും കൊടുങ്ങല്ലൂരുള്ള നമ്മുടെ സുനിൽ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ, ഞങ്ങൾ വേറെ കുറേ കേസുകളിൽ പല കേസുകളിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന അമേരിക്കൻ്റെ ഒപ്പമുള്ള ഹബീബ് ചേലക്കര സ്വദേശിയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ 3 പേരെയും ഒരു വയർലെസ് മെസ്സേജ് വന്നു, പെട്ടെന്ന് ഹാജരാകാൻ വേണ്ടി പറഞ്ഞു, ഈ കേസിൻ്റെ അന്വേഷണത്തിൽ പങ്കെടുക്കാൻ പറ്റും. ഒരു ഉച്ചയോടുകൂടി ഞാനൊരു
കല്യാണം പ്രോഗ്രാമിൽ നിൽക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 10 കൊല്ലങ്ങൾ ഇത്ര കഴിഞ്ഞാലും 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ മെസ്സേജ് കിട്ടിയ ഉടനെ നേരെ അവിടെ നിന്ന് പുറപ്പെട്ടു. ഞങ്ങൾ 3 പേരും പുറപ്പെട്ടു. വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ പെരുമ്പാവൂർ DYSP മറ്റേ സുദർശൻ സാറിൻ്റെ കൂടെ ഓഫീസിൽ വന്ന് അവിടെ ഹാജരായി റിപ്പോർട്ട് ചെയ്തു. സാർ പറഞ്ഞു, നിങ്ങൾ അന്വേഷണം തുടങ്ങണം, 0യിൽ നിന്ന് അന്വേഷണം തുടങ്ങണം. ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങളിൽ ഒന്നും കാര്യങ്ങളുണ്ട്, 0യിൽ നിന്നൊരു കേസ് എങ്ങനെ അന്വേഷിക്കണം. അപ്പോൾ അവിടെ നിലവിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഒരു മാസക്കാലത്തോളമായി 28/4 ആണെന്ന് തോന്നുന്നത്. 28/4 റിപ്പോർട്ടായ കേസ് ഞങ്ങൾ ചെല്ലുമ്പോൾ 6-ാം മാസമാണ് ഞങ്ങൾ ചെല്ലുന്നത്. ആദ്യം 6-ാം മാസത്തിൻ്റെ ഫസ്റ്റിലാണ് ചെല്ലുന്നത്. ജൂൺ മാസം ഫസ്റ്റിലാണ് ചെല്ലുന്നത്. എന്നാണ് എൻ്റെ ഓർമ്മ. ആ ഡേറ്റ് കറക്റ്റ് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ അന്വേഷണം തുടങ്ങണം. ആരുമായിട്ടും കേസുകളെ കുറിച്ചിട്ട് നമ്മൾ മറ്റൊരാളായിട്ട് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായിട്ട് മുൻ അന്വേഷണ സംഘത്തിലുള്ള ആളുകളായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവരുടെ അന്വേഷണ രീതികൾ അല്ലെങ്കിൽ അവർക്ക് കണ്ടെത്തിയ കുറേ കാര്യങ്ങൾ നമ്മളോട് പറയും, മറ്റുള്ളത് പറയും. അങ്ങനെ കുറേ പറയുമ്പോൾ നമുക്ക് ആകാതോ. അപ്പോൾ ഇതൊന്നും നമ്മൾ പ്ലെയിൻ വൈറ്റ് പേപ്പർ ഒരു പുതിയതായിട്ടൊരു അന്വേഷണം തുടങ്ങാൻ. അങ്ങനെ അന്വേഷണം തുടങ്ങാൻ വേണ്ടി FIRൻ്റെ ഒരു കോപ്പി തന്നു. ഞങ്ങൾക്ക് താമസിക്കാൻ നല്ലൊരു ഹോട്ടലിൽ നല്ലൊരു റൂം അറേഞ്ച് ചെയ്തു തന്നു. പെരുമ്പാവൂർ. അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ ഒരു കാറും തന്നു. അപ്പോൾ ഞങ്ങളുടെ ഓഫീസർമാർക്ക് അറിയാം, ഉണ്ണിരാജ് സാറിനും മറ്റേ ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങളെക്കുറിച്ച് അറിയാം. അങ്ങ് വിട്ടാൽ ഞങ്ങളങ്ങനെ പൊക്കോളും. പിന്നെ നമ്മളെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. മഫ്റ്റിയിലാണ് ഞാൻ എൻ്റെ സർവീസിൽ കൂടുതൽ ഭാഗം മഫ്റ്റിയാണ്. മഫ്റ്റി ഡ്യൂട്ടിയാണ് കൂടുതൽ. അപ്പോൾ അവർക്കറിയാം, അത് അങ്ങനെ അവർ ഫീൽഡിലുണ്ടായിരിക്കും രാവും പകലുമായിട്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളായിരിക്കും കൂടുതൽ. അവർക്ക് അറിയാവുന്നതിൻ്റെ പേരിലാണല്ലോ നമ്മളങ്ങനെ നിയോഗിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അന്വേഷണമായിട്ട് എടുത്ത് ആദ്യം പിറ്റേ ദിവസം കാലത്ത് നേരെ സംഭവ സ്ഥലത്ത് പോയി. കുറുപ്പമ്പടി മറ്റേ എന്താ സ്ഥലത്തിൻ്റെ പേര്, വൈദ്യർപ്പടിയോ അങ്ങനെ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ അപ്പുറത്ത് കനാലിൻ്റെ വാടി ഒരു സംഭവം നടന്ന കുട്ടിയുടെ വീടിൻ്റെ പരിസരത്തും ഒക്കെ ആയിട്ട് അങ്ങനെ അന്വേഷണം ആരംഭിച്ചു. കുറച്ച് ദിവസം അന്വേഷിച്ചിട്ട് കുറച്ച് ദിവസം അന്വേഷിച്ചപ്പോൾ ആ വഴിക്ക് നോമ്പ് കാലമൊക്കെ ആയി. ഞാനും ഹബീബൊക്കെ ഫാസ്റ്റിങ് നോമ്പെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ സുനിലും സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ കൂടെ നോമ്പെടുത്തു. അങ്ങനെ അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നും കിട്ടിയില്ല. അപ്പോൾ കേസിൻ്റെ നമ്മൾ ഓരോ വീടുകളിൽ ഇങ്ങനെ കയറിയിരിക്കും. അപ്പോൾ അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ അവിടുത്തെ എറണാകുളംകാരും അവിടെയുള്ള ആളുകളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളാരാന്നറിയുന്നില്ല. ഒരുപാട് ആളുകൾ അന്വേഷണത്തിനുണ്ട്. വലിയൊരു ടീം തന്നെ അന്വേഷിക്കുന്നു. ഒരുപാട് ആളുകൾ ഫീൽഡിലും പല സ്ഥലങ്ങളിലും ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ആയിരിക്കും അവരും കരുതുന്നുണ്ട്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥനൊക്കെ അറിയാം. പക്ഷേ ഞങ്ങൾ അങ്ങനെ ആരുമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്യാണ്ട് ഓരോ വീടുകളിലൊക്കെ കയറി അവരുമായിട്ട് ഒന്ന് സംസാരിച്ച് അവരുടെ ആളുകളായി. അവർ ചിലപ്പോൾ പോലീസാണെന്നറിയും, ചിലപ്പോൾ പോലീസാണെന്നറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ചിലപ്പോൾ അവരുടെ ഭക്ഷണമൊക്കെ കഴിച്ച് കപ്പയൊക്കെ കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ. കപ്പ പുഴുങ്ങിയതൊക്കെ കഴിച്ച് കട്ടൻ ചായ കുടിച്ച് അങ്ങനെ അവരുമായി അങ്ങ് വളരെ ചേർന്ന് നല്ല രീതിയിലുള്ളൊരു അന്വേഷണം. ചില ആളുകളൊക്കെ അവിടെ ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയ ആളുകളൊക്കെ ഉണ്ട്. നൈബറായിട്ടുള്ള ഒരാളുണ്ട്, ഒരു പയ്യൻ, അവനെ അപ്പോൾ പല പ്രാവശ്യം വിളിച്ചു ചോദിക്കലും ഈ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നതും ഈ കുടുംബത്തുമായിട്ട് എന്താ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാവുന്ന ഒരുത്തനൊക്കെയാണ്. അവനൊക്കെ ഭയങ്കരമായിട്ട് വിഷമം. അവൻ്റെയൊക്കെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ വീട്ടിൽ നമ്മൾ കയറി കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് അവനൊക്കെ അപ്പോൾ അവൻ പറയും സോറിനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നുള്ള വിഷമങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും നല്ല രീതിയിൽ ഇങ്ങനെ കഴിക്കിട്ട് ഒരു 2-3-4 ദിവസം അന്വേഷിച്ചിട്ടും നമുക്കൊരു ട്രാക്ക് എത്തുന്നില്ല. ട്രാക്കിലേക്ക് ആകുന്നില്ല. അപ്പോൾ ഞാൻ വിവരങ്ങളൊക്കെ അപ്ഡേഷൻ അപ്പോൾ DYSP സാറിനെ വിളിച്ച് വിവരങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം സുദർശൻ സാർ പറഞ്ഞു, അഷ്റഫ് എന്നൊരു പണി ചെയ്യും, നമുക്കിപ്പോൾ ഒരു ക്രൈം നടക്കുമ്പോൾ ഒരു എൻട്രി ഒരു എക്സിറ്റ് കണ്ടല്ലോ, എങ്ങനെയാണ് പ്രതി എങ്ങനെ പ്രവേശിച്ചു, എങ്ങനെ പോയി, ഇങ്ങനെയൊക്കെയുള്ള ചില ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ എക്സിറ്റ് അന്വേഷിക്കും പറഞ്ഞു DYSP സാറ്. എക്സിറ്റ് നോക്കാൻ ഇപ്പോൾ പ്രതി പോയി എന്ന് നമുക്ക് സംശയിക്കുന്ന വിധത്തിൽ ഒരു മഞ്ഞ ഷർട്ടിട്ടുള്ള ഒരാളതിൽ ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്നുള്ളൊരു സാക്ഷിയുണ്ട്. ആരാന്നറിയില്ല. ഈ വൈകുന്നേരത്തോട് കൂടിയിട്ടാണ്, 5-5:30 മണി സമയത്താണ് സംഭവം നടക്കുന്നത്. അപ്പോൾ ഒരാളങ്ങനെ ഇറങ്ങിപ്പോയി എന്ന് പറയുന്ന ഒരിതുണ്ട്. ഒരാളെ കണ്ടിട്ടുണ്ട്, ആരാന്നറിയുന്നില്ല. കനാലിലേക്ക് ഇറങ്ങി അങ്ങനെ പോയതാണ്. അപ്പോൾ കനാലിൽ നിന്ന് നമുക്കൊരു ജോഡി ചെരുപ്പും കിട്ടിയിട്ടുണ്ട്. നമ്മൾ മാധ്യമ പേപ്പറിൽ മറ്റേ ന്യൂസായിട്ട് എപ്പോഴും പറയുന്ന പേപ്പർ ഈ ചെരുപ്പിൻ്റെ കാര്യം പറയുന്നില്ലേ, ഒരു ജോഡി ചെരുപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പോയി ഇറങ്ങി കണ്ട ആളെ കണ്ടു ഈ ചെരുപ്പ് എടുത്തു. ഈ ചെരുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കാലടി ഇങ്ങോട്ട് മുതൽ അങ്കമാലി കാലടി മുതൽ ഇങ്ങോട്ട് ഒരേ ചെരുപ്പ് കടകളിലും കയറിയിട്ട് ചെരുപ്പിനെ കുറിച്ചിട്ടൊന്ന് പഠിച്ചു. മിക്കവാറും കടകളിൽ എല്ലാവരും പറയും, സാറേ ഇത് ഞങ്ങൾക്കിവിടെ ഒരു മാസം ഒരു 10-15 പേരൊക്കെ പോകും, ഇത് കൂടുതൽ ഇവിടെ ഉപയോഗിക്കുന്ന ഇവിടുത്തെ അന്യസംസ്ഥാനക്കാരാണ് സാർ.
അപ്പോൾ നിങ്ങൾക്കറിയാലോ ഈ അങ്കമാലി, കാലടി, പെരുമ്പാവൂർ എന്നൊക്കെ പറഞ്ഞാൽ അന്യസംസ്ഥാനക്കാരുടെ ഒരു വിഹാര കേന്ദ്രം എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം, അങ്ങനെ താളടിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് അവരുടെ ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ. അന്യസംസ്ഥാനക്കാരാണ് സാർ. ഇതിന് സാധൂകരിക്കുന്ന വിധത്തിൽ നമുക്ക് ഈ സംഭവം നടന്ന വീടിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ കനാൽ ബണ്ടിൻ്റെ മുകളിൽ ഒരിക്കലും ഒരു പശുവിനെ, ഒരു മൃഗത്തെ ഇതേമാതിരിക്ക് ഉപദ്രവിച്ചിട്ടും ഉപദ്രവിച്ച സമയത്ത് ഈ കനാൽ പറമ്പോക്കിൽ അല്ലെങ്കിൽ ഈ റോട്ടിൽ ഒരു ഹിന്ദിക്കാരനെ കണ്ടു എന്നൊക്കെ പറയുന്ന ഒരു സംഭവം പറഞ്ഞു കേട്ടു. അതിങ്ങനെ മുമ്പ് നടന്നതായിട്ട് പറഞ്ഞു കേട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ ഈ കുറ്റകൃത്യത്തിൻ്റെ ഒരു രീതി അതൊരു മെയിൻ ഘടകമാണല്ലോ. കുറ്റകൃത്യം വളരെ ബ്രൂട്ടലായി ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ ശരീരം മൊത്തം ഇടിച്ച് കുത്തി പൊളിച്ച്, അതേമാതിരി ജനനേന്ദ്രിയം കത്തി ഉപയോഗിച്ച് പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ പുറത്ത് വന്നിട്ടുള്ള അത്രയും ബ്രൂട്ടലായിട്ടുള്ളൊരു മർഡറാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കൂടുതലും മറ്റേ അന്യസംസ്ഥാനക്കാർക്കുള്ള ആളുകളാണ് നമ്മുടെ ഒരു അനുഭവത്തിൽ അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അന്യസംസ്ഥാനക്കാരെ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്താം എന്ന് കരുതി ഞങ്ങൾ അന്യസംസ്ഥാനക്കാർ താമസിക്കുന്ന ക്യാമ്പുകളിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ അത്യാവശ്യം ഹിന്ദി ഞാൻ സംസാരിക്കും. എൻ്റെ കൂടെ ഞങ്ങൾ 3 പേരിലും ഞാൻ ഹിന്ദി സംസാരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം സംസാരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ ഓരോ ക്യാമ്പുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടന്നു. 2 ദിവസം നടന്നിട്ടും യാതൊരു ഇതും കിട്ടിയില്ല. സാർ ഞങ്ങൾക്ക് ക്യാമ്പുകൾ, ഞങ്ങളാണ് ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നതല്ലേ, ഇവിടെയൊന്നും ഏരിയ അത്ര പരിചയമല്ല. അപ്പോൾ ക്യാമ്പുകളൊക്കെ എവിടേക്കാണ് ഉള്ളതെന്ന് അന്വേഷിക്കണം. അപ്പോൾ ഒരു ക്യാമ്പിൽ കയറിയപ്പോൾ ഒരുത്തനായിട്ട് പരിചയപ്പെട്ടു. അവന് കമ്പനിയായി. നമ്മൾ പെട്ടെന്ന് കയറി കമ്പനിയായി. നമുക്ക് വേണ്ട തൊഴിലാളിയാണ്. ഒരു ഉജ്വൽ എന്ന് പറയും. അവനായിട്ട് നല്ല കമ്പനിയായി. അങ്ങനെ ഇരിക്കെ അപ്പോൾ DSP സാർ പറഞ്ഞു, അഷഫ് എന്നൊരു പണി ചെയ്യും, ആരെങ്കിലും ഒരാളെ നിങ്ങൾ കൂട്ടിക്കോ, സ്ഥലങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി. ഓരോ ക്യാമ്പുകളും കാര്യങ്ങളും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഹിന്ദിക്കാരും കൂട്ടിക്കുക. അവന് കൂലി കൊടുക്കാം, ശമ്പളം കൊടുക്കാം, പൈസ കൊടുക്കാം, കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. അത് പ്രകാരം ഞാൻ ഇവനോട് പറഞ്ഞു വരും. അപ്പോൾ അവനെ DSP സാർ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. സാർ ഇവനുണ്ട്, ഇവനെ ഞങ്ങൾ എടുക്കുന്നുണ്ട് എന്നെ പറഞ്ഞു. എനിക്ക് പൈസ ഒന്നും വേണ്ട, ഞാൻ വരാം ഒപ്പം എന്ന് ഉജ്വൽ പറഞ്ഞു. ഉജ്വലിനായിട്ട് നല്ല കമ്പനിയായി. ഹിന്ദിക്കാരനാണ്. അപ്പോൾ അവനായിട്ട് നല്ല കമ്പനിയായി. അതിന് ശേഷം അങ്ങനെ അവനെ വെച്ചിട്ട് 2 ദിവസം പോയി. ഒരു ദിവസത്തെ മരിക്കുക ഞങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. വൈകുന്നേരം നോമ്പ് തുറന്നിട്ട് ഭക്ഷണം കഴിച്ചപ്പോൾ ഞങ്ങൾ 3 ആൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉജ്വൽ വിളിച്ചു, സാറേ എവിടെ ഉണ്ട്? ഞാനിവിടെ അടുത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എന്താ വൈദ്യരിപ്പടിയോ അങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഒരു സ്ഥലം സെൻറ്ററുണ്ട്, അവിടെ ഉണ്ട് സാർ. ഇവിടെ ഒരു റൂമിൽ നിന്ന് ഒരു ആസാങ്കാരം പോയിട്ടുണ്ട് ആ സമയത്ത്, പിന്നെ അവൻ തിരിച്ചു വന്നിട്ടില്ല, എന്തൊക്കെയോ സംശയമുള്ളതായി തോന്നുന്നുണ്ട്. എൻ്റെ അനിയനൊക്കെ താമസിക്കുന്ന റൂമായിരുന്നു അത്. അപ്പോൾ ഒന്ന് വരൂ, നമുക്കൊന്നും കൊണ്ട് വരൂ സാർ എന്ന് പറഞ്ഞു. ഞാൻ വരാം, അവിടെ തന്നെ നിന്നോ, യാതൊരു പേടിയും, ഞങ്ങൾ തന്നെ തൊട്ടപ്പുറത്തെ സെൻറ്ററിലുണ്ട്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളോട് വരാം അങ്ങനെ പറഞ്ഞ്. അപ്പോഴേക്കും ഒരു പണിക്കാരൊക്കെ വരും വേണ്ടേ, അവർ പുറത്ത് പണിക്ക് പോയിട്ടുള്ള അന്യസംസ്ഥാനക്കാരൊക്കെ വരും വേണം. അപ്പോൾ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ ഞാൻ അവിടെ വരാറുണ്ട്. അപ്പോൾ ഞാനൊരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് 8 മണിക്ക് അവിടെ അടുത്ത സമയത്ത് ഞങ്ങളവിടെ ചെന്നു. അപ്പോൾ പുറത്ത് നിൽക്കുന്നുണ്ട്, സാർ ഇതാ ഈ ബിൽഡിങ്ങിൻ്റെ മേലെ കുറച്ച് ആൾക്കാർ താമസിച്ചിരുന്നു, അവിടെ എൻ്റെ അനിയനും മുന്നേ താമസിച്ചിട്ടുണ്ട്, ഉജ്വലിൻ്റെ അനിയൻ മുന്നേ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരാൾ വൃത്തം പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. ആരാന്ന് വ്യക്തമായിട്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെ നിർത്തി. അവിടെ ഉജ്വലിനെ നിർത്തി, എൻ്റെ കൂടെ 2 പോലീസുകാർ താഴത്ത് നിർത്തി, നിങ്ങൾ വരണ്ട ഞാൻ പൊക്കോളാം. അപ്പോൾ എല്ലാവരും കൂടി കയറി വന്നു കഴിഞ്ഞാൽ ബഹളം, ഇപ്പോൾ സംസാരങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടാൽ നമ്മൾ വളരെ രഹസ്യമായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ പ്രത്യേകിച്ച് നമുക്ക് അപ്പോൾ വേറെ ക്ലൂ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ അതൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അതിനും വെരിഫൈ ചെയ്യാന്ന് മാത്രം. അവിടെ ചെന്ന് റൂമിൽ അപ്പോൾ ഓരോരുത്തർ പണി കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ മാറുന്നു, പഠിക്കുന്ന അവരുടെ അടുക്കളയിലത്തെ പണി അങ്ങനെയുള്ള പഠിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് വിളിച്ചു വരുത്തി ഞാൻ റൂമിലേക്ക്, ആ റൂമിൽ ഇതുണ്ടായിരുന്ന എല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് ഞാൻ അവിടെ ഇരുന്നു. അവരൊക്കെ ഒപ്പരുത്തി കാര്യങ്ങൾ സംസാരിച്ച് പറഞ്ഞു, സാറേ അന്നത്തെ ദിവസം ഇവിടെ ഒരുത്തൻ താമസിച്ചിരുന്നു, അമീറുൽ ഇസ്ലാം എന്നാണ് അവൻ്റെ പേര്, സാസാങ്കാരനാണ്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അവൻ ഇവിടെ ഉണ്ടായിരുന്നു, പണിക്ക് പോകുമ്പോൾ. ഇവിടെ വന്ന് താമസം തുടങ്ങിയിട്ട് അധികം ദിവസമായിട്ടുണ്ടായിരുന്നില്ല. അവൻ പണിക്കൊന്നും പോയില്ല. പണിക്ക് പോകാറുണ്ട്. അവൻ അധികം താമസമായിട്ട് അധികം ദിവസമായിട്ടില്ല. വന്നൊരു തൊഴിൽ അല്ല, അവൻ മുമ്പേ ഉണ്ട്, ആ റൂമിൽ വന്നിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അധികം ദിവസമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പണിക്ക് പോകുന്ന സമയത്ത് അവൻ അന്നത്തെ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അവൻ ഇവിടെ ഇല്ല. പക്ഷെ മദ്യം കഴിച്ചതിൻ്റെ കുപ്പി, മദ്യം, മിച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവനെ കണ്ടിട്ടില്ല. അവന് ഈ പറഞ്ഞ ചെരുപ്പൊക്കെ കാണിച്ചു കൊടുത്തു. ഈ ചെരുപ്പ് അവൻ്റെയാണ് സാർ. അവനൊരു മഞ്ഞ ഷർട്ടും ഉണ്ടായിരുന്നു സാർ. ഇതാണല്ലോ നമ്മുടെ ആകെയുള്ള എക്സിറ്റ്.
മഞ്ഞ ഷർട്ട് പോലുള്ള ഷർട്ട് ഇട്ടിട്ട് ഒരാൾ ഇറങ്ങി പോകുന്നത് കണ്ടു. ഈ ചെരുപ്പും പിന്നെ അവിടുന്ന് സമയത്ത് നമുക്ക് കിട്ടിയ ചെരുപ്പാണ് ഉണ്ടായിരുന്നു സാർ. പിന്നീട് കുറേ ദിവസത്തിന് ശേഷം അവൻ വിളിച്ചിട്ട് വല്ല വിശേഷമുണ്ടോ, എന്നെ ആരെങ്കിലും അന്വേഷിച്ചോ എന്ന് ചോദിക്കുകയുണ്ടായി. അവൻ നാട്ടിലാണ്, അവനെ പറ്റി വലിയ വിവരമുണ്ട്. അവൻ്റെ വിവരമൊന്നുമില്ല. അവൻ്റെ ഫോൺ നമ്പർ അറിയോ? ഇല്ല. പക്ഷെ അവൻ്റെ ഭാര്യയുടെ ഒരു മകനുണ്ട് സാർ ഇവിടെ. ഭാര്യയുടെ മകൻ. ഇവന് പ്രായം കുറഞ്ഞൊരു പയ്യനല്ലേ. അപ്പോൾ ഈ ഒരു കുട്ടിയുള്ള സ്ത്രീയാണ് അവൻ ഇവിടുന്ന് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇവിടെ പരിചയപ്പെട്ടിട്ട് കല്യാണം കഴിച്ചതാണ്. അത് ഹിന്ദിക്കാർ തന്നെയാണ്. ഹിന്ദിക്കാർ തന്നെ. അപ്പോൾ അവൻ്റെ ആ സ്ത്രീയുടെ മകനുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവനെയും വിളിപ്പിച്ചു. അവനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. വേറെ ഒന്നും ചോദിച്ചില്ല അവനോട്. അവൻ്റെ അമ്മയുടെ നമ്പറും അച്ഛൻ്റെ നമ്പറും ചോദിച്ചു. അപ്പോൾ അവന് പഴയ നമ്പർ അവൻ്റെ അടുത്തുള്ളൂ. ആ നമ്പർ തന്നെ വന്നു. നമ്മൾ വേറെ ഒന്നും വിശദീകരണമൊന്നും അവനോടൊന്നും പറഞ്ഞിട്ടില്ല. ഈ 2 നമ്പറും മേടിച്ചു. എന്നിട്ട് അവൻ പോയി ചെയ്ത്. ഇപ്പോൾ ഈ റൂമിൽ എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞ ഹിന്ദിക്കാരുണ്ടല്ലോ, ഇവനെ ഈ പറഞ്ഞ ഭാര്യയുടെ മകൻ എന്ന് പറഞ്ഞ അപ്പുറത്തെ റൂമിലെ ഈ ഹിന്ദിക്കാരോട് കാര്യം പറഞ്ഞ ആരോടൊന്നും പറയൊന്നും വേണ്ട, നമ്മൾ വെരിഫൈ ആയിട്ടേ നോക്കട്ടെ എന്താ കാര്യങ്ങളെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ പോലീസുകാരോട് വിവരം പറഞ്ഞു. ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉജ്ജൽ പറഞ്ഞു, സാർ ഇവനെ ഞാൻ അറിയും, എൻ്റെ കൂടെ പണിക്കൊക്കെ വന്നിട്ടുണ്ട്, ഇവൻ്റെ ഫോട്ടോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, 2-3 ദിവസം എൻ്റെ കൂടെ പണിക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു പഴയൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ശരി, ഞാൻ ഈ വിവരങ്ങൾ ഉടനടി, അപ്പോഴേക്കും സമയം കുറച്ച് 10 മണിയൊക്കെ ആയി തുടങ്ങി. DYSP വിളിച്ചു പറഞ്ഞു, സാറേ ഇങ്ങനെയാണ്, ഇങ്ങനൊരു സംഭവമുണ്ട്, സംശയിക്കാവുന്നതാണ്, മറ്റേ ചെരുപ്പും ഷർട്ടൊക്കെ പറയുന്നത് കറക്റ്റാണ്, അതിന് ശേഷം പോയതിന് ശേഷം അങ്ങനെ വിളിച്ചു പറയലും ചെയ്തിട്ടുണ്ട്, ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ചോദിക്കലും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഉടനടി കിട്ടിയ 2 നമ്പറിന് കോൾ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് തൃശ്ശൂർ സൈബർ സെല്ല് മുഖേന കൊടുത്തു. അപ്പം ഞങ്ങൾക്ക് എറണാകുളത്തൊന്നും അങ്ങനെ പരിചയമില്ല, DSP സാറോടൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ എടുത്തിട്ട് പുതിയതായിട്ട് അറിയും വേണ്ട, ആ അന്വേഷണ സംഘം സൈബർ വിങ് തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടി മാത്രം, ഈ കേസിന് വേണ്ടി കേസ് മാത്രം. അതിന് ആ ഒരു സൈബർ അനലൈസ് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ ആളുകൾ. അപ്പോൾ അതൊന്നും നോക്കണം, നമ്മൾ വേറെ ഇതായിട്ടല്ലേ അതിന് പോകുന്നത്. മേലുദ്യോഗസ്ഥന്മാർക്ക്, അന്വേഷണ ഉദ്യോഗസ്ഥനൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. എല്ലാവരും കൂടിയിട്ടാണ് പറഞ്ഞെങ്കിലും താഴെ കടയിലുള്ള ആരുമായിട്ട് അങ്ങനെ ഡിസ്കസ് ചെയ്യാതെയും ബന്ധപ്പെടാതെയാണ് പോകുന്നത്. മുകളിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ CDRന് കോൾ ഡീറ്റെയിൽസിന് കൊടുത്തു. CDRന് ഞങ്ങൾ പറയാം, കോൾ ഡീറ്റെയിൽസിന് കൊടുത്തു. അപ്പോൾ കൊടുത്തപ്പോൾ സമയം കഴിഞ്ഞില്ലേ, 10 മണിയൊക്കെ ആയില്ലേ, സമയം കിട്ടാനില്ല. പ്രൊവൈഡർമാരൊക്കെ അടച്ചു പോയിട്ടുണ്ടാവും. ആ വിവരങ്ങളൊക്കെ DYSP സാറോട് പറഞ്ഞപ്പോൾ DYSP സാർ അപ്പം തന്നെ പ്രൊവൈഡറെ നേരിട്ട് വിളിച്ചു. അതിൻ്റെ ഗ്രാവിറ്റി അങ്ങനെയാണല്ലോ ഈ കേസിൻ്റെ. പ്രൊവൈഡറെ നേരിട്ട് വിളിച്ചു. പ്രൊവൈഡർ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് അവർ തിരിച്ച് ഓഫീസിലൊക്കെ വന്ന് കാര്യം സിസ്റ്റമൊക്കെ ഓണാക്കിയിട്ട് ഇതിൻ്റെ കോൾ ഡീറ്റെയിൽസ് അയച്ചു. അപ്പോഴേക്കും ചേലക്കര സൈബർ സെല്ലിൽ നിന്ന് ചേലക്കര വഴിയാണ് എനിക്ക് എൻ്റെ മെയിലിലേക്ക് അയച്ചു കിട്ടി. അത് ഞങ്ങൾ പരിശോധിച്ചപ്പോഴേക്കും 12 മണിയൊക്കെ ആവാറായി ഏകദേശം രാത്രി. പരിശോധിച്ച് വന്ന് നോക്കിയപ്പോൾ സംഭവം നടന്ന ദിവസം ഈ ലൊക്കേഷനിൽ അവൻ്റെ നമ്പറുണ്ട്. കുറുപ്പമ്പടി ഈ കുട്ടിയുടെ വീടിൻ്റെ പരിസരത്ത് അവൻ്റെ നമ്പർ ആ ലൊക്കേഷനിൽ കാണുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അവൻ രാത്രി തന്നെ പോകുന്നതാണ്. വൈകുന്നേരം രാത്രി തന്നെ പോകുന്നു. ഇതൊരു 5:30 മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. വൈകിട്ട് അവൻ നേരെ പെരുമ്പാവൂർ പോകുന്നു. അവിടുന്ന് അങ്ങനെ പോകുന്നു, ട്രെയിൻ കയറി പോകുന്നു, ആസാമിൽ പോകുന്നു, പിന്നെ വെസ്റ്റ് ബംഗാളിൽ പോകുന്നു. ലാസ്റ്റ് ഈ ഫോണ് കാഞ്ചീപുരം, തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് ചിങ്കിടിവാക്കം എന്നാണ് തോന്നുന്നത് ആ സ്ഥലത്തിൻ്റെ പേര്, ഒരു നേറ്റീവ് പ്ലേസ്, കാഞ്ചീപുരത്തിനടുത്ത്. അവിടെ വന്നിട്ട് സ്വിച്ച് ഓഫ് ആവും. പിന്നെ നമ്പറില്ല, പിന്നെ കോളില്ല. അത് ഞങ്ങൾ കോൾ ഡീറ്റെയിൽസ് നോക്കുന്നതിൻ്റെ ഒരു 10-15 ദിവസം 20 ദിവസം മുമ്പ് അത് സ്വിച്ച് ഓഫ് ആയിരിക്കും. അപ്പോൾ അവൻ്റെ ഭാര്യയുടെ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ ആരുടെ കോൾ ഡീറ്റെയിൽസും ഒപ്പം വന്നിട്ടുണ്ട്. ആ സ്വിച്ച് ഓഫായി ആ നമ്പറിൽ നിന്ന് വിളി ചെന്ന് അവസാനിച്ചതിന് ശേഷം ഭാര്യയുടെ നമ്പറിലേക്ക് പിന്നെ വീണ്ടും വേറൊരു കോളിൽ നിന്നാണ് വേറെ നമ്പറിൽ നിന്നാണ് കോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായി പുതിയ സിം ആയിരിക്കണം. അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു, പെട്ടെന്ന് എടുത്ത് അത് നോക്കിയപ്പോൾ അത് ശിങ്കിടിവാക്കം ഈ കാഞ്ചീപുരത്താണ് ലൊക്കേഷൻ കാണുന്നത്. അതിൻ്റെ ബി പാർട്ടി കുറേ നമ്പറുകളുണ്ട്. ആ നമ്പറുകളൊക്കെ അവൻ്റെ പഴയ നമ്പർ ഉപയോഗിച്ചിരുന്ന നമ്പറുകളിലെ ബി പാർട്ടി നമ്പറുകളായിട്ട് തന്നെ ബന്ധം. അപ്പോൾ മനസ്സിലായി ഇത് അവൻ്റെ പുതിയ നമ്പറാണ്. അതിൻ്റെ ലൊക്കേഷനും കാഞ്ചീപുരത്ത് തന്നെയാണ്. കാര്യങ്ങൾ ഏകദേശം നമുക്കൊരു ട്രാക്കായി. അപ്പോൾ ഞങ്ങൾ എന്തായാലും കാഞ്ചീപുരത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. വിവരങ്ങൾ അപ്പോൾ ഈ സംഭവങ്ങളിങ്ങനെ അനലൈസ് ചെയ്യുന്നതൊക്കെ ഞങ്ങളുടെ ഹോട്ടൽ റൂമിലിരുന്ന് ഇങ്ങനെ അനലൈസ് ചെയ്യുന്നതൊക്കെ അപ്പം അപ്ഡേഷൻ DYSP CSPനെ അങ്ങനെ അറിയിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവർ പ്രൊജീസ് ക്ലബ്ബിൽ അവർ ഇത് മോണിറ്റർ ചെയ്തിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ വിവരങ്ങൾ അപ്പം ധരിപ്പിച്ചിട്ടിരിക്കുകയാണ്.
അപ്പോൾ കാര്യങ്ങൾ ഏകദേശം ഒരു നല്ല ഒരു ബലമായ സംശയത്തിലേക്ക് കിടന്നു. ഇങ്ങനെ ഒരെണ്ണം മിസ്സായിട്ട് പിന്നെ അങ്ങനെ വിളിച്ചു ചോദിക്കലും ഈ ചെരുപ്പും എല്ലാം കൂടി ആകുമ്പോൾ നമുക്കൊരു വെരിഫൈ ചെയ്യേണ്ട ഒരാളാണ് എന്ന് ബോധ്യം വന്നു. ഇവനെ വിളിച്ചു കൊടുന്നു, ആര്, ഉജ്ജലിനെ വിളിച്ചിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകാം. റെഡി, അവൻ എപ്പോഴും എല്ലാത്തിനും റെഡി ആയിട്ടുള്ള ഒരു ഹിന്ദിക്കാരനായിരുന്നു. ശരി എന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ DYSP സംഘത്തിലുള്ള DYSP ഉണ്ട്, സോജൻ സാറ് ആളുടെ ഡ്രൈവറുണ്ട് ഫിലിപ്പ്, പോലീസുകാരൻ. സോജൻ സാറും ഫിലിപ്പും ഞങ്ങളും 3 പേരും, ഞാനും എൻ്റെ കൂടെയുള്ള സുനിൽ, ഹബീബ്, ഈ ഹിന്ദിക്കാരനും. അപ്പോൾ 4 2 6 പേര് ഞങ്ങളൊരു ഇന്നോവ കാറിൽ കാഞ്ചീപുരത്തേക്ക് പുറപ്പെട്ടു പുലർച്ചെ. അപ്പോഴേക്കും പിന്നെ റെസ്റ്റില്ലല്ലോ, ആ ഉറക്കം അങ്ങനെ തന്നെ പോവാണ്. അതാണ് ഒരു കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ യാതൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇതില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാം, മറ്റേ എല്ലാ ഒരു മേലുദ്യോഗസ്ഥന്മാർക്ക്, അന്വേഷണ ഉദ്യോഗസ്ഥനറിയാം, സുധർ സാറിനറിയാം, ഉണ്ണിരാജ് സാറിനറിയാം, സന്ധ്യ മാഡത്തിനറിയാം, അങ്ങനെയുള്ള ആളുകൾക്കും ടോപ്പ് ലെവലിലുള്ള ആളുകൾക്കും മാത്രമേ അറിയാം, കോൺഫിഡൻഷ്യലായിട്ട് ഉള്ള കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ കാഞ്ചീപുരത്തേക്ക് പോകുന്നു, പെരുമ്പാവൂരിൽ നിന്ന് പോകുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ മകളെ പ്രസവത്തിന് കയറ്റിയിരിക്കുക. അപ്പോൾ ഭാര്യ മാത്രമേ ഉള്ളൂ, മരുമകനാണെങ്കിൽ അവരൊന്നും സ്ഥലത്തില്ല. എന്ത് ചെയ്യും, നമുക്ക് യാതൊരു മാർഗ്ഗമില്ല. ഡ്യൂട്ടിയാണ്, ഇതിങ്ങനെ ഒരു കേസാണ്. ഭാര്യയ്ക്ക് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആയിരിക്കും എപ്പോഴും വിട്ടു നിന്നിട്ടുള്ള അതിൻ്റെ പേരിൽ അവരൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ക്ലിയർ ആക്കുക. അതിൻ്റെ പേരിൽ മാത്രം നമുക്കിങ്ങനെ ഈ ഫീൽഡിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യാൻ കൂടുതലും പറ്റുന്നത്. കാരണം കുടുംബവും ഉണ്ടല്ലോ, നമ്മൾ അവരെയും കൂടി ഒപ്പം കൊണ്ടുപോകാതെ കാര്യങ്ങൾ നടക്കില്ലല്ലോ. അപ്പോൾ അവിടെ തൃശ്ശൂരിലൊരു ഹോസ്പിറ്റലിൽ പ്രസവത്തിന് കയറ്റി. ഞാൻ പോകുന്ന വഴി അവിടെ നിന്ന് കയറി വിവരം പറഞ്ഞ് ഞാൻ പോവാണ്, എല്ലാ കാര്യങ്ങളും നോക്കിക്കോ, അങ്ങനെ ഉള്ള കാര്യങ്ങളും പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് ഗൗരവം അറിയാമല്ലോ, അപ്പോൾ ഞാൻ നോക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞ് ഞങ്ങൾ കാഞ്ചീപുരത്തേക്ക് വിട്ടു. അങ്ങനെ ഒരു ഉച്ചയോട് കൂടിയിട്ടൊക്കെ ഞങ്ങൾ കാഞ്ചീപുരത്തെത്തി. ചോദിച്ചാൽ ഉച്ച കഴിഞ്ഞു. അവിടെ കാഞ്ചീപുരത്ത് ഒരു റൂമൊക്കെ എടുത്ത് ഇതിൻ്റെ ലൊക്കേഷൻ കാണുന്നു ശിങ്കിടിവാക്കം എന്നാണ് തോന്നുന്നുണ്ട്. ശിങ്കിടി അങ്ങനെ ആ സ്ഥലത്തിൻ്റെ പേര്. എന്തായാലും അങ്ങനെ അവിടെ നിന്ന് കുറച്ചും കൂടി ദൂരമുണ്ട്, 10 കിലോമീറ്ററിൻ്റെ മേലെ ദൂരമുണ്ട് കാഞ്ചീപുരത്ത്. അവിടെ ഫാക്ടറികളാണ് കൂടുതലും ഓട്ടോമൊബൈൽ ഇതിൽ പറഞ്ഞ കാറിൻ്റെ അതുപോലുള്ള വാഹനങ്ങളുടെ പാർട്സുകൾ നിർമ്മിക്കുന്ന ഫാക്ടറികളാണ്, കമ്പനികളാണ് മൊത്തമുള്ളത്. അത് കൂടുതലും ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. വിദേശ കമ്പനികളുണ്ട്, ദേശ കമ്പനികളുണ്ട്, ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ വർക്ക് ചെയ്യുന്നത് സിംഹഭാഗവും അതിഥി തൊഴിലാളികളാണ്. ഇവിടുത്തെ പോലെ നമ്മുടെ പെരുമ്പാവൂരിലെ കമ്പനികളിലെ പോലെ റെൻറ്റിന് കൊടുക്കുന്ന അല്ല, മറ്റേ നേരിട്ടുള്ള ജോലിക്കാരല്ല കൂടുതലും, എല്ലാം റെൻറ്റിന് കൊടുക്കുന്നതാണ്. അവർ മണിക്കൂറിന് ഇത്ര രൂപ വെച്ചിട്ട് ഏജൻറ്റുമാർ മറ്റുള്ള കമ്പനികൾ സപ്ലൈ ചെയ്യാൻ, മാൻ പവർ കമ്പനിയില്ലേ, അവർ സപ്ലൈ ചെയ്യാണ്. അപ്പോൾ മണിക്കൂറിന് ഇത്ര അവർ മേടിക്കും, ഇത്ര വെച്ച് ഇവർക്ക് കൊടുക്കും, അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് താമസപരം മറ്റു സൗകര്യങ്ങളൊക്കെ ഈ മാൻ പവർ കമ്പനി ഒരുക്കി കൊടുക്കും. 100 കണക്കിന് 1000 കണക്കിന് പറഞ്ഞ മാതിരിക്കുള്ള അന്യസംസ്ഥാനക്കാർ തിങ്ങി നിറയുന്ന ഒരു ഏരിയയാണ് മൊത്തം ഇൻഡസ്ട്രി ഏരിയ. കുറേ കമ്പനികളുടെ പണികൾ നടക്കുന്നുണ്ട്, കുറേ കമ്പനികളിൽ ജോലിക്കാരുണ്ട്. ഇതൊക്കെ ആയിട്ട് ഉള്ള ഒരു ഗ്രാമം മീൻസ് ഒരു ഏരിയ, ഇൻഡസ്ട്രിയൽ ഏരിയ. ലൊക്കേഷൻ കാണുന്നത് ടവർ ലൊക്കേഷനാണ്. അവിടെ പിൻ പോയിന്റ് ലൊക്കേഷൻ അല്ല, പിൻ പോയിന്റ് പരിധിയിലാണ്. പക്ഷെ അത് ആക്യുറേറ്റ് കറക്റ്റ് എവിടെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ കമ്പനിയുടെ അന്നത്തെ ഉപയോഗിച്ചിരുന്ന ആ സിമ്മിൻ്റെ ലൊക്കേഷൻ അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒരു ടവറൊക്കെ എടുക്കുമ്പോൾ അതിന് 2 3 A B C എന്നൊക്കെയുള്ള ഭാഗങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ ലൊക്കേഷൻ വരുമ്പോൾ എയിലും ബിയിലും വരുമ്പോൾ അപ്പോൾ A എവിടെയാണ് ബി എവിടെയാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അത് വെച്ച് ഞങ്ങൾ അന്വേഷിച്ചു, കുറേ അന്വേഷിച്ചു. അപ്പോൾ ഇവനെ അറിയാലോ, ഉജ്ജ്വലി ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവൻ്റെ മുഖമൊക്കെ മറ്റേ കെട്ടിയിട്ട് മുഖം മറച്ചിട്ടാണ് ഞങ്ങൾ കൊണ്ടു നടക്കുന്നത്. അവനെ തിരിച്ചറിയാനും ഞങ്ങളെയൊന്നും അറിയില്ലല്ലോ. പിന്നെ എല്ലാവരും മഫ്റ്റിയിലാണ് നടക്കുന്നത്. 2-3 ദിവസമൊക്കെ ഞങ്ങളിവിടെ പല കമ്പനികളിലും കയറി ഇറങ്ങി. രക്ഷയില്ല, അവനെ കാണുന്നില്ല. പക്ഷേ ലൊക്കേഷൻ അവിടെ ഉണ്ട്. പക്ഷേ അവൻ്റെ കോൺടാക്റ്റിൽ ബി പാർട്ടി നമ്പറുകളുണ്ട്, വിളിക്കുന്നതും അവൻ വിളിക്കുന്നതുമായിട്ടുള്ള നമ്പറുകൾ ബി പാർട്ടി. ആ ബി പാർട്ടി നമ്പറുകളിലൊന്നും ആ ലൊക്കേഷനിൽ ഒരു നമ്പറിലേക്കും വിളിക്കുന്നില്ല. ഒക്കെ കേരളം, ആസാം, പശ്ചിമ ബംഗാൾ നിങ്ങൾ ഏരിയയിലേക്കൊക്കെ അന്യസംസ്ഥാനങ്ങളിലേക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ ആ നമ്പറിലേക്ക് വിളിച്ചു വെച്ചിട്ട് ഇവനെ കുറിച്ച് അതൊരു വിവരം കിട്ടില്ല. മാത്രമല്ല ആ കോണ്ടാക്റ്റ് അപ്പോൾ ബന്ധപ്പനിലേക്ക് വരും, അവൻ എസ്കേപ്പ് ആവും. ഇവിടെ കാഞ്ചീപുരത്ത് ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ ആ ആളുകളെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ ആരാന്നുള്ളത് മനസ്സിലായി അവനെ കൊണ്ട് നോക്കാൻ അവനിലേക്ക് പോവാം. അങ്ങനെ ഒരെണ്ണം കാണുന്നില്ല. പിന്നെ കള്ള് ഷാപ്പുകളിൽ അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ നോക്കി, രക്ഷയില്ല. അങ്ങനെ 4ാമത്തെ ദിവസം കിടന്നു. അപ്പോൾ
നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കില്ല, രാവും പാലും എന്ന് പറഞ്ഞമായിരിക്കും അന്വേഷിക്കുകയാണ്. വൈകുന്നേരം വളരെ വൈകി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ കാഞ്ചീപുരത്ത് റൂമിൽ വരും, താമസിക്കും. അപ്പോൾ വിളികൾ ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ സന്ധ്യമ്മയോടും മറ്റൊരു അന്വേഷണം എന്തായി ഇനി ആളെ വിടണോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്നൊക്കെ ഉണ്ട്. ഒന്നും വേണ്ട, ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ 4-ാമത്തെ ദിവസം ഒരു കമ്പനിയിൽ ഇതേമാതിരിക്ക് ഷിഫ്റ്റ് മാറുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി ഉള്ളിലേക്ക് കയറ്റിയിട്ടിട്ട് അവിടെ കയറി അവിടെ നിൽക്കണം, പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവനെ പുറത്തേക്ക് കാണാവുന്ന വിധത്തിൽ നമ്മുടെ ഉജ്ജ്വലിനെ, അവനല്ലേ ആളെ അറിയുള്ളൂ. നമുക്ക് ഈ ഫോട്ടോയിൽ കണ്ട ആളല്ലേ ഉള്ളൂ. ഒരു പഴയൊരു തുരും പിടിച്ചൊരു ഫോട്ടോ, മൊബൈലിലൊന്നും ഫോട്ടോ ഇല്ല. അപ്പോൾ അത് കണ്ടാലല്ലേ അറിയുള്ളൂ. അപ്പോൾ അവനിങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. ഷിഫ്റ്റിന് കയറിയ ആളുകൾ മൊത്തം കയറി, ഫുള്ള ആളുകൾ കയറി കഴിഞ്ഞു. അവരൊക്കെ നോക്കിയിട്ട് അതിലൊന്നുമില്ല. ഇറങ്ങി വരുന്നവരും അത് കഴിഞ്ഞാൽ ഇറങ്ങി വരുമല്ലോ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട്, അവർ നോക്കിയിട്ട് യാതൊരു രക്ഷയില്ല. അപ്പോൾ സോജി സാറ് പറഞ്ഞു, അഷ്റഫ് എന്നാൽ നമുക്ക് പോവാം, നാളെ നോക്കാം. ഇപ്പോൾ സമയം ഇപ്പോൾ 8 മണിയൊക്കെ ആയില്ലേ, ഏകദേശം 8 മണിയൊക്കെ ആവാറായില്ലേ. 7 മണിക്കുള്ള ഷിഫ്റ്റ് മാറ്റിയിട്ട് ആ സമയം വരെയൊക്കെ ആയി. അല്ല സാർ, ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് നോക്കാം, ഞാൻ പറയുന്നത് സോജി സാറോട്. എന്നാൽ ശരി, ഓക്കെ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഉജ്ജ്വൽ പറഞ്ഞു, സാറേ ആ പോകുന്ന ആ കറുപ്പ് ഷർട്ട് ഇട്ടുള്ള ആളാണ്, ആ 2 ആ ആളുകൾ പോയതിൻ്റെ ഒപ്പമുള്ള കറുപ്പ് ഷർട്ട് ഇട്ടുള്ള ആളാണ് എന്ന് പറയണം. അപ്പം ഞാനും ഹബീബോട് ഫ്രണ്ടിലേക്ക് പോയി, വേഗം പോയി. ഞാൻ മുന്നൊരു കറുപ്പ് ഷർട്ട് ആൾ പോകുന്നുണ്ട്, അവനെ കയറി നോക്കിയത്. അവൻ നോക്കിയപ്പോൾ അവനല്ല. അപ്പോഴേക്കും ബാക്കിലുള്ളതിനെ കൊടുത്തിട്ട് ഹബീബ് നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ അമീറുൽ ഇസ്ലാമാന്ന് പറഞ്ഞു. അത് പറയലും ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു, ഞാൻ പെട്ടെന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു കൊണ്ട് വന്നപ്പോഴേക്കും ഞാൻ അമീറുൽ ഇസ്ലാമൊന്നല്ല എന്ന് പറയലും, ഈ കമ്പനിയിലേക്ക് വരുന്ന റോഡുണ്ട്, ഇങ്ങനെ ഒരു മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ഒരു റോഡാണ്, പ്രൈവറ്റ് റോഡ്. 2 ഭാഗം ഇങ്ങനെ പൊന്തക്കാട് കെട്ടിയിട്ട് കിടക്കുക. ഇവനായിരിക്കുക ചാടുന്നില്ലേ, പൊന്തക്കാട്ടിലേക്ക് ചാടുന്നത്. ആ ചാടുന്ന ലെവലിലാണ് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വരുന്നത്. ആ ചാടുന്നതോടുകൂടി അവൻ്റെ കാലെ പിടിച്ചു കൊട്ടി വിളിച്ചിട്ടു. അപ്പോഴേക്കും വണ്ടി എടുത്തിട്ട് മറ്റേ ഫിലിപ്പ് ഓടി വന്നു, വണ്ടി എല്ലാവരും കൂടി വന്നു. പിന്നെ വളച്ചു കൂട്ടി നേരെ വണ്ടിയിൽ ഉള്ളി കെട്ടി. അപ്പോഴേക്കും ബഹളം വയ്ക്കും അവർ, അവരെ ആൾക്കാരാണല്ലോ, അന്യ സംസ്ഥാനക്കാരല്ലേ. ബഹളം വെച്ച് ആകെ എന്തെങ്കിലും ആകുമ്പോഴേക്കും ഞങ്ങൾ പിന്നെ വളച്ചു കൂട്ടി നേരെ കാറിലേക്ക് ഇട്ട് അവിടുന്ന് വണ്ടി ഓടിച്ചു. അപ്പോൾ ആ കണ്ടിയിൽ കയറി വെച്ച് വിടുമ്പോഴേക്കും ഞങ്ങൾ മലയാളികളാണെന്നോ അല്ലെങ്കിൽ പോലീസാണെന്നോ ഇതൊന്നും അറിയില്ല. വണ്ടിയിൽ കയറ്റിയിട്ടപ്പോഴേക്കും അമ്പളം വെച്ചു ഞാനെന്നല്ല പെണ്ണിനെ കൊന്ന്. അതുകൂടി ഇത് കൺഫെഷനാണ്. അത് നമ്മൾ ചോദിച്ചിട്ടില്ല, നമ്മൾ പോലീസാന്ന് കണ്ടില്ല, നമ്മളൊന്നും കണ്ടില്ല, മലയാളികളൊന്നും കണ്ടില്ല, സൈലൻ്റ് ആണൊക്കെ. ചോദിക്കുന്നവനോട് ഹിന്ദിയിലാണ് പേരെന്താന്ന്, അങ്ങനെയാണ് കൊണ്ടുപോയി. അപ്പോഴേ അവൻ ഇത് പറയാണ്, മനസ്സിലായില്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് അവനെ ഞങ്ങൾ നേരെ കാഞ്ചിപ്പുരത്ത് ഞങ്ങളുടെ റൂമിൽ വന്നു, കാര്യങ്ങൾ ചോദിച്ചു, നേരെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ എടുത്ത് വിവരങ്ങളൊക്കെ അപ്പം ഇവിടെ അറിയിക്കുന്നുണ്ട്. അവിടെ നിന്ന് പോന്നു, കാഞ്ചീപുരം വിട്ടു, നേരെ തൃശ്ശൂർ എന്ന് പറയും. പുലർച്ചെയാകുമ്പോഴേക്കും ഞങ്ങൾ തൃശ്ശൂരെത്തിയിട്ട് അവിടെ ഒരു പോലീസിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്ത് അതിനെ പാർപ്പിച്ചു, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും. രഹസ്യകേന്ദ്രത്തിൽ പോലീസിന് അങ്ങനെ പലതും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ഉണ്ടല്ലോ, എല്ലാം നമുക്കങ്ങനെ ഇനി ഇവിടെ പോലീസുകാർക്ക് വർക്ക് ചെയ്യണ്ടേ. ഇൻട്രോഗേഷൻ റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചോദ്യം ചെയ്യൽ റൂമുകളൊക്കെ ഉണ്ട്. എന്നാലും ഇതൊരു സെറ്റപ്പല്ലേ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതൊരു മിഷനറി അല്ലേ. ബാക്കിയുള്ളവരൊക്കെ കയറി വന്നു പോകുന്ന നിയന്ത്രിക്കുന്ന ആളുകളല്ലേ. അപ്പോൾ അവിടെ കൊണ്ടുവന്നു, എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും അവിടേക്ക് വന്നു. ഇതൊന്നും പുറലും പെട്ടെന്ന് അറിയാനും പാടില്ലല്ലോ, തീരുമാനമാവാതെ. കേരളം മുഴുവൻ എപ്പോഴും കാത്തിരിക്കുന്നൊരു കേസല്ലേ. വരുന്ന വഴിക്ക് തന്നെ അവൻ കൺഫസ് ചെയ്തു കാര്യങ്ങളൊക്കെ, വണ്ടിയിരുന്ന കാര്യം. എന്നാൽ പൂർണ്ണമായിട്ടില്ല, എന്നാലും ഒരുവിധം എല്ലാ കാര്യങ്ങളും അറിയാവുന്ന വിധത്തിലുള്ള അവനൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. എപ്പോഴും ഒരു പ്രതി പറയുമ്പോൾ അതിന് ചില ആ ഒരു ടൈം ടു ടൈം ഒന്നും എല്ലാവർക്കും പറയാൻ പറ്റില്ല. കാരണം അവനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എന്തൊക്കെ പറയേണ്ട കാര്യങ്ങൾ അറിയാമല്ലോ. എല്ലാവർക്കും അതിൻ്റെതായ ഒരു വിഷമമുണ്ട്, മനുഷ്യ സഹജമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഈ ഇൻട്രോഗേഷൻ റൂമിൽ ഇവിടെ തൃശ്ശൂർ കൊണ്ടുവന്നു. ഞങ്ങൾ ഒക്കെ ഒന്ന് ഫ്രഷായി കാര്യങ്ങളേക്കും വരുമ്പോഴേക്കും മേലുദ്യോഗസ്ഥന്മാർ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ വന്ന് ചോദ്യം ചെയ്തു, കാര്യങ്ങളൊക്കെ ക്ലിയർ കട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഫുൾ കൺഫസ് ചെയ്തു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കുറച്ച് കാലമായിട്ട് അവിടെ താമസിക്കുന്നു. വൈദ്യുതിപ്പടി എന്നാണ് തോന്നുന്നത്, അങ്ങനെ എന്തൊരു വൈദ്യുതിപ്പടിയാണ് ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ്റെ പേര്. കൊല്ലം 10 ആയില്ലേ, ഞാൻ റിട്ടയർഡായിട്ട് 3-4 വർഷമായി. അപ്പോൾ ആ സ്ഥലത്ത് ഇവൻ ജോലിക്ക് പോകുന്നതൊക്കെ ഈ പെൺകുട്ടിയുടെ വീടിൻ്റെ മുന്നിൽ കൂടെയും അങ്ങനെ പലപ്പോഴും പണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിയൊക്കെ അവിടെ ഇരിക്കുന്നതും പിടിക്കുന്നതും ഒറ്റയ്ക്ക് കാണുന്നതൊക്കെ ഇവന് കാഴ്ചയുണ്ട്.
ഇവനാണെങ്കിൽ ഒരു ലൈംഗിക വൈകൃതക്കാരനാണ്. അങ്ങനെയാണ് ഇപ്പം ആ പ്രായമായിട്ടുള്ള സ്ത്രീയെ കല്യാണം കഴിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരു പയ്യനവൻ. പ്രായമായ സ്ത്രീയാണ് കല്യാണം ആ കഴിച്ചത്. ഒരു കുട്ടിയുണ്ട്, പയ്യനുണ്ട്, 10-20 വയസ്സുള്ള ഒരു പയ്യനുള്ള ഒരു സ്ത്രീയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. 20 വയസ്സുള്ള അവനവിടെ പണിക്ക് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുത്തനാണ് അവൻ, ലൈംഗിക വൈകൃതം ഉള്ള ഒരുത്തനാണ്. അന്നത്തെ ദിവസം മദ്യപിച്ച് റൂമിലിരുന്ന് മദ്യപാനൊക്കെ കഴിഞ്ഞിട്ട് നേരെ വരികയാണ് ഇവിടേക്ക്. ഈ റൂമിൽ വന്ന് മുട്ടി. ഇതൊരു കണ്ടു കഴിഞ്ഞാൽ അറിയാം, കുറുപ്പമ്പടിയിലെ ഈ വീട് കനാൽപ്പുറമ്പോക്കിൽ ആ കുട്ടി താമസിച്ചിരുന്ന വീട് വളരെ ദയനീയമാണ് കാര്യം. മലമൂത്ര വിസർജനത്തിന് പോലും ഒരിടമല്ല. അതൊക്കെ രാത്രി കാലങ്ങളിൽ എപ്പോഴെങ്കിലും കപ്പറിലും കാര്യങ്ങളൊക്കെ ആക്കി പിന്നെ അത് പിന്നീട് കൊണ്ടുപോയി കളയുന്നതാണ്. ഈ അവരുടെ അമ്മ ഇപ്പോൾ മരണപ്പെട്ടു പോയി പാവം. അപ്പോൾ ഈ ഒരു രണ്ട് പെൺകുട്ടികളാണ്. അവരെ നോക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പോൾ അത് പ്രകാരം ആരെങ്കിലും എന്തെങ്കിലും വരികയും നോക്കുക ചെയ്തു കഴിഞ്ഞാൽ ഇവ എപ്പോഴും ഇങ്ങോട്ട് നോക്കുന്ന ആളുകളെ പോലും വഴക്കൂടും. അമ്മ നമ്മളിപ്പോൾ അവരെ സ്ഥിരമായിട്ട് വഴക്കൂടുമ്പോൾ അവർ കരുതുന്നത് എന്താ, എൻ്റെ മക്കളെ സേവ് ചെയ്യുക എന്നുള്ളതായിരിക്കണം അവരുടെ മൈൻഡ്. എന്തായാലും ഈ ആളുകൾ ആരായിട്ടും നല്ല രീതിയിലുള്ളതല്ല, എപ്പോഴും പ്രശ്നങ്ങളാണ്. നിങ്ങളുടെ ആളുകൾ നോക്കുന്നു, എന്തെങ്കിലും മക്കളെ സേവ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു അമ്മയുടെ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവിടെ താമസിക്കുന്നത് കനാലപ്പുറമ്പോക്കിൽ. സുരക്ഷിതമല്ല. അങ്ങനെ ആ അവസ്ഥയിലാണ് ആ കുട്ടി പഠിച്ചുണ്ടാക്കുന്നത്. ഡിഗ്രി കഴിഞ്ഞിട്ട് വീണ്ടും LLBക്ക് പോകുന്ന. അപ്പോൾ ഇവനവിടെ ചെന്നു. അപ്പോൾ ആ കുട്ടി വഴക്ക് പറഞ്ഞു വിട്ടു. പിന്നെ വീണ്ടും അവൻ ചെല്ലാണ്. ഇവിടെ മുൻപ് വന്നിട്ടുണ്ട്. അല്ല, അന്ന് തന്നെ അപ്പം തന്നെ തൊട്ട് മുമ്പ് വീണ്ടും ചെന്നപ്പോൾ വാള് തുറന്നേക്കുമ്പോൾ അകത്ത് കയറി ഇവനെ പിടിമ്പലിയായി കുത്തുമ്പഴിയായി ഇവനെ കുത്തി, കഴുത്തിന് കുത്തി. അങ്ങനെ ചെയ്യാത്തതൊന്നുമില്ല. വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. വീട്ടിലാരുമില്ല, അമ്മയില്ല ആ സമയത്ത്. ഈ ബഹളം കേട്ടിട്ട് ആളുകൾ വരുന്നുണ്ട്, അയൽവാസികൾ, പെണ്ണ് സ്ത്രീകളും. ഈ നേരത്തെ പറഞ്ഞ ഇവനെ കണ്ടു എന്ന് പറഞ്ഞ ആ സ്ത്രീയും വേറെ ഒരു സ്ത്രീകളും ഒക്കെ ഈ വീട്ടിലേക്ക് വരുന്നില്ല, റോട്ടിലേക്ക് ഇറങ്ങി ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ സൗണ്ട് കേട്ടില്ല, ബഹളം കേട്ടില്ല. അപ്പോൾ ആരെയിലൊക്കെ ആയിരിക്കും എന്നും കരുതി. അമ്മയുടെ അവിടെ എപ്പോഴും സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതല്ലേ, അതെന്ന് കരുതി. പിന്നെ അവരൊക്കെ തിരിച്ചുപോയി. ആ തിരിച്ചു പോകുന്ന സമയത്താണ് ഇവൻ കനാലിലേക്ക് ഇറങ്ങുന്നത് കാണുന്നത് ഒരാൾ. അപ്പോൾ ആ സ്ത്രീ അത്ര മൈൻഡ് ചെയ്തുമില്ല. പിന്നെ ഇതിങ്ങനെയാണെന്ന് ആവുന്നു കരുതുന്നുമില്ലല്ലോ. ഇവൻ വളരെ ബ്രൂട്ടലായിട്ട് ഈ കുട്ടിനെ ഉപദ്രവിക്കുകയാണ്. അങ്ങനെ മദ്യം ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ചോദിക്കുമ്പോഴൊക്കെ. പിന്നെ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജനനേന്ദ്രിയ കുത്തിപ്പൊളിച്ച് ഇൻട്രൈനൽ ഓർഗൻസൊക്കെ അതിലേ പുറത്തേക്ക് വരുന്നു. അങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റില്ലാത്ത ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഉപദ്രവങ്ങൾ അവൻ ഉപദ്രവിച്ചു. അപ്പോഴേക്കും ഈ കുട്ടിയെ കടിച്ചുവനെ. കുട്ടി കടിച്ചിട്ടുണ്ട്. ഇവൻ്റെ വിരലിൽ കടിച്ചിട്ടുണ്ട്, കാരണം വിരൽ മുറിഞ്ഞിട്ടുണ്ട്. അവൻ ഈ കുട്ടിയുടെ ശരീരത്തിൽ കടിച്ചിട്ടുണ്ട്. അങ്ങോട്ടും കൂടി കടിയൊക്കെ നടന്നിട്ടുണ്ട്. അവസാനം കഴുത്തിലിട്ടിരുന്ന ഷാളൊക്കെ മുറുക്കിയിട്ട് ഒക്കെയാണ് ഇവൻ കൊന്നിരിക്കുന്നത്. എന്നിട്ടാണൊക്കെയാണ് ബലാത്സംഗം ചെയ്തിരിക്കുന്നതൊക്കെ ആ സമയത്ത്. എന്നിട്ടൊക്കെയാണ് ഷാളൊക്കെ മുറിച്ച് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ആക്കിയിട്ട് ഇവൻ വല്ലാത്തൊരവസ്ഥയിൽ ആ കുട്ടിനെ വളരെ ബ്രൂട്ടലായിട്ട് കാര്യങ്ങൾ ചെയ്ത് അവസാനിപ്പിച്ചിട്ട് അങ്ങനെ കനാലിലേക്ക് ഇറങ്ങി. ആ ഡോറിൻ്റെ അതിലേ ഇറങ്ങിപ്പോയി കനാലിലേക്ക് ഇറങ്ങി അങ്ങനെ പോവാണ്. ആ പോകുന്ന കനാലിലേക്ക് ഇറങ്ങിയ സമയത്താണ് ആ ചെരുപ്പ് അവിടെ നഷ്ടപ്പെടുന്നത്. പിന്നെ അതൊന്നും ഇല്ലാതെയാണ് അവൻ കയറി പോകുന്നത്. പിന്നെ ഈ പോകുന്ന വഴിക്ക് അതിന് ഉപയോഗിച്ച കത്തിയുണ്ട്, അതാ പറമ്പിലേക്ക് അപ്പുറത്തേക്ക് ഇട്ടു. വസ്ത്രങ്ങളൊക്കെ പിന്നെ ട്രെയിനിൽ പോകുമ്പോഴാണ് അവൻ കളഞ്ഞിരിക്കുന്നത്. എവിടെയോ രാത്രി കളഞ്ഞിട്ട് നമുക്ക് കണ്ടെത്താൻ കണ്ടിട്ടില്ല അവൻ്റെ വസ്ത്രങ്ങൾ. അങ്ങനെയാണ് ആ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ കേസ് നമ്മൾ ആദ്യം ഇത് ഡിറ്റക്ഷനായി. പിന്നെ അന്നത്തെ ദിവസം 16-ാം തീയതി 16/6/2016 വൈകുന്നേരത്തോടു കൂടി അറസ്റ്റ് കാണിക്കുകയാണ്. അങ്ങനെ അറസ്റ്റ് കാണിച്ച് കോടതിയിൽ പിന്നെ ബാക്കിയുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അറസ്റ്റ് കാണിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ശശിധര സാറാണ് അറസ്റ്റ് കാണിക്കുന്നത്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുന്നു. ബാക്കി പിന്നീട് കസ്റ്റഡിയിൽ മേടിക്കുന്നു. ഞങ്ങൾ പിന്നെ വീണ്ടും തമിഴ്നാട്ടിലൊക്കെ പോകുന്നുണ്ട്, ആസാമിൽ പോകുന്നുണ്ട്. ബാക്കിയുള്ള അതിൻ്റെ പ്രൊസീജിയർ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അവൻ ചെയ്ത കാര്യങ്ങളും അതൊക്കെ അതുപോലെ കാണിപ്പിച്ച് പിന്നെ അതേമാതിരി തെളിവെടുപ്പുകൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കത്തി ബന്ദോബസ്തിലെടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിന് ശേഷം കുറ്റപത്രം കാര്യങ്ങളൊക്കെ സമർപ്പിക്കും. ഇവൻ്റെ ഈ കേസിൽ കുറേ ആളുകൾ നവമാധ്യമങ്ങളിൽ മറ്റേ ഈ എന്താ പറയുക ചാനലുകളും യൂട്യൂബ് ചാനലുകളിലും ഇതിലൊക്കെ വന്നിട്ട് ഈ കേസിനെ കുറിച്ചിട്ട് വളരെ ജനങ്ങൾക്ക് എന്താ പറയുക ഒരു വല്ലാത്തൊരവസ്ഥയിലുള്ള വാർത്തകളൊക്കെയാണ്
പ്രചരിപ്പിക്കുന്നത് അടിസ്ഥാനരഹിതമായ വാർത്തകളൊക്കെയാണ്. കാരണം അമീറുൽ ഇസ്ലാം അല്ല, അങ്ങനെയാണ് പലപ്പോഴും ഇതിന് താഴെ ഈ വാർത്തയുമായിട്ട് ഈ ക്രൈം കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത് ഇയാളെ കൊണ്ട് പറ്റില്ല, ഡമ്മി പ്രതിയാണെന്നൊക്കെയാണ്. ഡമ്മി പ്രതിയാണ്. എന്താണ് അതിൻ്റെ ആവശ്യം? പോലീസ് ഉള്ള വേദികളും കാര്യങ്ങളും പോലീസ് അറിയാമല്ലോ. ഇതിലൊക്കെ വളരെ ക്ലിയർ ശാസ്ത്രീയ തെളിവുകളാണ്. ഈ ഇവനെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ 30 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇവനെ അറസ്റ്റ് ചെയ്യുന്നതും പിടിക്കുന്നതൊക്കെ. അതിനു മുമ്പേ സംഭവ സ്ഥലത്തു നിന്ന് കിട്ടിയ തെളിവുകളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇവൻ്റെ DNA പരിശോധന, സംഭവ സ്ഥലത്ത് നിന്ന് ഇവൻ്റെ ബ്ലഡ് കിട്ടിയിട്ടുണ്ട്. ബ്ലഡ് കിട്ടിയിട്ടുണ്ട്. ഇവൻ്റെ കൈയൊക്കെ കടിച്ചു മുറിച്ചിട്ടുണ്ടോ, ആ ബ്ലഡ് കിട്ടിയിട്ടുണ്ട്. ആ ബ്ലഡിൻ്റെ DNA ഇവൻ്റെയാണ്. ആ DNA ഒക്കെ എടുത്തു വച്ചിരിക്കുകയാണ്. അത് നമ്മൾ പോലീസ് എടുത്തു വയ്ക്കുന്നതല്ല. അത് സെൻട്രൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് തിരുവനന്തപുരം FSL അവിടേക്ക്, പിന്നെ ഹൈദരാബാദിലൊക്കെ അയച്ചിട്ടാണ് അതിൻ്റെ DNA ഒക്കെ എടുത്തിരിക്കുന്നത്. അതൊക്കെ പിന്നെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ ദിവസങ്ങൾക്ക് മുമ്പേ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇതൊക്കെ പരിശോധിച്ച് DNA കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? പിന്നെ അതിൻ്റെ ഒഡൻറ്റോളജി ടെസ്റ്റ്, ഒഡൻറ്റോളജി ഫോറൻസിക് ഒഡൻറ്റോളജി വിഭാഗം. ഒഡൻറ്റോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ ശരീരത്തിൽ കാണുന്ന ബൈറ്റ് മാർക്കുണ്ട്. ശരീരത്തിലെ ബൈറ്റ് മാർക്ക്, ആ ബൈറ്റ് മാർക്കിൻ്റെ ഒഡൻറ്റോളജി പരിശോധനയ്ക്ക് ആ ബൈറ്റ് മാർക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവൻ്റെ എൻ്റെ ബൈറ്റ് മാർക്ക് ഉണ്ടല്ലോ, ആ ഒരു ടെസ്റ്റ് നടത്തുന്നു. ഫോറൻസിക് ഒഡൻറ്റോളജി ടെസ്റ്റ് അതൊക്കെ നടത്തിയിരിക്കുന്നത് കർണാടകത്തിലെ പ്രത്യേക ഹോസ്പിറ്റലിലാണ്, ലബോറട്ടറിയിലൊക്കെ വെച്ചിട്ടാണ് നടത്തിയിരിക്കുന്നത്. ഇത് രണ്ടും ഒന്നാണ്. അതേ ബൈറ്റ് തന്നെയാണ്. ശാസ്ത്രീയമായ തെളിവുകളാണല്ലോ അതിൻ്റെയൊക്കെ. അതേമാതിരിക്ക് DNA, ബ്ലഡ് കിട്ടിയത്, മറ്റുള്ള കാര്യങ്ങൾ എല്ലാം കിട്ടിയ DNA ഇവൻ്റെയാണ്. ഇതൊക്കെയാണ്. പിന്നെ ഇവൻ്റെ കൺഫഷൻ, പിന്നെ മറ്റുള്ള ചെരുപ്പുകൾ, കാര്യങ്ങൾ, ഐഡൻറ്റിഫിക്കേഷൻ നടന്നിട്ടുണ്ട് ഇതിൽ. ഏറ്റവും ഇതൊന്നും ഒരാൾക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഈ യൂട്യൂബ് ചാനലുകൾ വെറുതെ തന്നെ പറയുന്നത്, അവരുടെ റീച്ചിന് വേണ്ടി പറയുന്നതാണ്. ചില പാവപ്പെട്ട ജനങ്ങൾ അത് ചിലപ്പോൾ വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും. എല്ലാത്തിലും ഈ ആളുകളുണ്ടല്ലോ. സാറാണ് അമീറുൽ ഇസ്ലാമിനെ കീഴ്പ്പെടുത്തി പിടിക്കുന്നത്. പിന്നെന്താ, നമുക്കതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമല്ലേ. അതേമാതിരി ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ഐഡൻറ്റിഫിക്കേഷൻ, ആ ഒരു ഷർട്ട് ഇട്ടിട്ട് ഒരാൾ കനാലിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ കാണുന്നുണ്ട്. ആ സ്ത്രീ ഇവനെ കണ്ട ഉടനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടല്ലോ. ഇവനെ ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്തുന്നുണ്ട് ജയിലിൽ വെച്ചിട്ട്. ഈ സ്ത്രീ അവിടെ ഒരാളെ ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്തുമ്പോൾ അതേ വേഷത്തിൽ, അവൻ പ്രതിയുടെ അതേ വേഷത്തിൽ പല ആളുകളെ നിർത്തി അതിൽ നിന്നും ഇവനെ കണ്ട് തിരിച്ചറിയാണ്. അവിടെ പോലീസിൻ്റെ സാന്നിധ്യമില്ല. അവിടെയൊക്കെ കോടതി നേരിട്ട് നടത്തുന്ന കാര്യങ്ങളാണ്, പ്രൊസീജിയറുകൾ, നടപടിക്രമങ്ങളാണ് അതൊക്കെ. ജയിലിനകത്ത് കോടതി നേരിട്ട് നടത്തുന്നതാണ്, മജിസ്ട്രേറ്റാണ് നടത്തുന്നത്. അതും ട്രയൽ കോടതി, മറ്റേ കൺസെൻറ്റ് മജിസ്ട്രേറ്റ് അല്ല, CJM നിയോഗിക്കുന്ന മറ്റൊരു മജിസ്ട്രേറ്റാണ് അത് നടത്തുന്നത്, ഈ ഐഡൻറ്റിഫിക്കേഷൻ പരേഡൊക്കെ നടത്തുന്നത്. അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളതല്ലേ. പിന്നെ ശാസ്ത്രീയ തെളിവ് ആർക്കും മാറ്റാൻ പറ്റും. എൻ്റെ DNA എനിക്കല്ലാതെ വേറെ ആർക്കുണ്ടാകും. അവൻ്റെ ബ്ലഡും അവൻ്റെ DNA എങ്ങനെ അവിടെ വന്നു? ഇതൊക്കെ ഇവനെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ ദിവസങ്ങൾക്ക് മുമ്പേ സംഭവം നടന്ന ആ സമയത്ത് തന്നെ എടുത്തു വെച്ചിരിക്കുകയല്ലേ. പിന്നെ ഇതൊക്കെ പരിശോധിക്കുന്നത് ഹൈദരാബാദിലാണ്. അത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഹൈദരാബാദിൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ അവിടേക്കാണ് പരിശോധിക്കുന്നത് കൂടുതലും. അതേമാതിരി ഒഡൻറ്റോളജി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നത് കർണാടകത്തിലാണ്. ഇതൊക്കെ ശാസ്ത്രീയമായ തെളിവുകളല്ലേ, ഇതൊക്കെ ആർക്ക് നിഷേധിക്കാൻ പറ്റും? അതുകൊണ്ട് തന്നെയല്ലേ ട്രയൽ കോടതി മറ്റേ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്തിരിക്കുന്നു. ഇയാളുടെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു? അത് അതിനെപ്പറ്റി അന്വേഷണം പിന്നീട് ഉണ്ടായോ? ഞങ്ങൾ ഇതിനെപ്പറ്റി പറയാം. ട്രയൽ കോടതി ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്തു, ശിക്ഷ തൂക്കി കൊല്ലാൻ വെച്ചു. ഹൈക്കോടതി അത് ശരിവെച്ചിരിക്കുന്നു. നമ്മുടെ കോടതികളൊക്കെ പിന്നെ നോക്കുകുത്തികളാണോ ഈ ആളുകൾ? ഈ പറയുമ്പോൾ നവമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള ചാനലിലൊക്കെ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ മറ്റേ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നത്, അതൊക്കെ വ്യക്തമായ തെളിവുകളുടെയും കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലല്ലേ. പിന്നെ ഇതിൻ്റെ പിടിക്കപ്പെടുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? ഞങ്ങൾക്ക് മറ്റെന്ത് സ്വാധീനങ്ങളും മറ്റെന്ത് കാര്യങ്ങളുള്ളത്? ഇതൊക്കെ കേൾക്കുമ്പോഴേ നമ്മളൊരു കൃത്യം ചെയ്തിട്ട്, അല്ല നമ്മളൊരു സംഭവം ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ചിട്ട് കീറിമുറിച്ച് ഇല്ലാ കഥകൾ പറയുന്നതിനെ കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ ഇപ്പോൾ ജനങ്ങളെന്ത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഓരോരുത്തരും എന്ത് പറയുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് എന്താണ് സത്യം എന്നുള്ളത് നമ്മുടെ ബോധ്യങ്ങളാണ്. അപ്പോൾ അതാണ് ആ കോടതിക്ക് ബോധ്യപ്പെട്ട് കാര്യങ്ങൾ ഇത്രയും ശാസ്ത്രീയ തെളിവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പേരിലാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഇവനെ അറസ്റ്റ് ചെയ്ത് ഒരു 1-2 തെളിവെടുപ്പിനും കാര്യങ്ങൾക്കൊക്കെ തമിഴ്നാട്ടിലും മറ്റുള്ള പോയതിന് ശേഷം ഞങ്ങൾ ടീം മടങ്ങി. ഞങ്ങളുടെ ടീം മടങ്ങി. ഞങ്ങൾ ഇതിനുമായിട്ട് ഡിറ്റക്ഷൻ ആക്കുക, അതിന് മറ്റുള്ള അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വർക്കുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അന്വേഷണ ഉദ്യോഗസ്ഥനും അവരുടെ കീഴിലുള്ള മറ്റുള്ള സ്ക്വാഡ് അംഗങ്ങളൊക്കെ കൂടിയിട്ടാണ് എറണാകുളത്തുള്ള ടീമും കാര്യങ്ങളൊക്കെ.
ഇത് കഴിഞ്ഞ ഉടനെ മറ്റേ സുധർ സാർ പറഞ്ഞു ഈ അറസ്റ്റും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് തെളിവെടുപ്പും കാര്യങ്ങളും ഉണ്ടല്ലോ, പ്രതിയുമായി പോയിട്ട്. അതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ യൂണിറ്റിലേക്ക് മടങ്ങിപ്പോയി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു ശശിധര സാറിൻ്റെയും മറ്റുള്ള അന്വേഷണ സംഘത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ. ഇവിടെ ഞങ്ങൾക്കിതിൻ്റെ ഈ ഡിറ്റക്ഷനിലേക്കുള്ള വഴി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ അധികാരപരിധിയിൽപ്പെടുന്നതല്ല, അല്ല നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഓരോരുത്തർ നമ്മളിപ്പോൾ മറ്റുള്ള ചില കേസുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ വർക്കുകളൊക്കെ ചെയ്യുന്നത് നമ്മളാണ്. എനിക്ക് പിന്നെ പ്രോസിക്യൂഷൻ അസിസ്റ്റ് ചെയ്യുന്നതൊക്കെ ഇതിൽ അതില്ല. നമുക്ക് പ്രതിയെ കണ്ടെത്തുക എന്നുള്ള ഒരൊറ്റ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ടെത്തിയ പിന്നെ കുഴപ്പമില്ല, അത് കാര്യങ്ങൾ അതുപോലെ കഴിഞ്ഞു. അതാണ് ജിഷ കേസിൻ്റെ അല്ലെങ്കിൽ ആ പെരുമ്പാവൂർ കേസിൻ്റെ യഥാർത്ഥ കാര്യം. അതിനെ പലരും പല വിധത്തിൽ പല ചാനലുകളും, അതായത് ഈവൻ നമ്മുടെ ചില പോലീസ് ഓഫീസേഴ്സ് വരെ അങ്ങനെ പറയുകയാണ്. ഇത് എൻ്റെ അനുഭവത്തിൽ ആ ഓഫീസേഴ്സൊന്നും ഇതിൻ്റെ ഒരു ഇതിലേക്ക് പോലും വന്നിട്ടില്ല, അന്വേഷണ പരിധിയിലേ വന്നിട്ടില്ല. അവർ കേട്ടറിവിൻ്റെ മുകളിൽ ചെയ്യുന്ന ഇത് ചെയ്ത അല്ലെങ്കിൽ പിടിക്കപ്പെട്ട ആളുകൾക്ക് പറയാനുള്ള അത്ര വേറെ ആർക്കും പറയാൻ പറ്റില്ലല്ലോ. പിടിച്ചാണ് അവർക്ക് എത്തിയതും പിടിച്ചതൊക്കെ അല്ലേ. നമ്മൾ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോയി പിടിക്കുന്നതല്ല, അവനിലേക്ക് ഞങ്ങളായിട്ട് അന്വേഷണം എത്തിച്ചേർന്നതാണ്. ഒരാൾ പറഞ്ഞു വിട്ട് ഇന്നയാളെ പിടിക്കാൻ പറഞ്ഞാൽ അങ്ങനെയല്ല അല്ലോ. നമ്മളിപ്പോൾ ആൾ പഠിച്ചു അവനെ പ്രതിയാണ് ഇന്നാൾ പ്രതിയെ പോയി പിടിക്കുക പറഞ്ഞൊരു പിടുത്തല്ല. നമ്മൾ അന്വേഷിച്ച് അവനിലേക്ക് നമ്മൾ തന്നെ എത്തി നമ്മൾ തന്നെ പോയി പിടിക്കുന്ന. പറ്റി ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ പറഞ്ഞു ആളെ കൊന്നത് ഞാനല്ല. അത് സ്വാഭാവികമായിട്ട് ഒരാൾ പിടിക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ അവർ. പിന്നെ അവിടെ കൂടുതലായിട്ട് അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഇതിനെയൊക്കെ സാധൂകരിക്കുന്നതാണല്ലോ നമ്മുടെ ശാസ്ത്രീയ തെളിവുകൾ. അതാർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? എൻ്റെ DNA എനിക്ക് മാത്രം. അത് ഇവനെ പിടിക്കുന്നതിൻ്റെ മുന്നേ എടുത്തു വെച്ചിട്ടുള്ളതല്ലേ. അതൊക്കെ മറ്റേ നമ്മളാണ് എടുത്തു വയ്ക്കുന്നത്, പോലീസല്ലല്ലോ ഒന്നും കാര്യങ്ങൾ ചെയ്യുന്നത്. പോലീസ് സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ബ്ലഡ് സാമ്പിളുകളും കാര്യങ്ങളൊക്കെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഒക്കെ ശേഖരിച്ച് അതൊക്കെ കോടതി മുഖാന്തരം അയക്കുന്നത്. റിപ്പോർട്ടുകളൊന്നും പോലീസിനല്ല വരുന്നത്. ഈ DNA റിപ്പോർട്ടുകൾ അതിൻ്റെ മറ്റേ ഫോറൻസിക് ഓഡന്റോളജി റിപ്പോർട്ടൊന്നും പോലീസിനല്ല വരുന്നത്. അതൊക്കെ നേരിട്ട് കോടതിക്കാണ് വരുന്നത്. ഈ പ്രതിയെ സാർ പിന്നീട് കണ്ടിരുന്നോ? ഇല്ല, പ്രതിയെ കണ്ടിട്ടില്ല. കോടതിയിൽ ഹാജരാക്കി പിന്നെ നമ്മൾ പിന്നെ എൻ്റെ ജില്ലയിൽ എൻ്റെ യൂണിറ്റ് ഇതല്ലല്ലോ, അവിടുത്തെ കേസിലേക്ക് പോവുകയാണ്, നമ്മൾ പോവുകയാണ്. അപ്പോൾ ജനങ്ങളോട് ഇത്രയേ പറയാനുള്ളൂ. ഇതിനെപ്പറ്റി സംശയിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ നവമാധ്യമങ്ങളിൽ വന്ന് ചാനലിൽ നിന്ന് പറയുന്ന ആളുകളോട്, ഇതൊക്കെ കോടതിയിലേക്കാണ് ഇത് റിപ്പോർട്ടുകൾ വരുന്നത്. പോലീസിലേക്കല്ല ഫോറൻസിക് മറ്റേ DNA റിപ്പോർട്ടുകളും ഓഡന്റോളജി പരിശോധനയുടെ റിപ്പോർട്ടുകളൊക്കെ നേരിട്ട് കോടതിയാണ് കൈകാര്യം ചെയ്യുന്നത്. കോപ്പി പിന്നീട് നമുക്ക് വരുന്നത്. ഇതാണ് ജിഷ കേസിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അതിൽ യാതൊരു ഇതുമില്ല. അവൻ അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് അവന് കിട്ടിയിരിക്കുന്നത്. അത്തരം ഒരു ബ്രൂട്ടലായിട്ടുള്ളൊരു കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്.